1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് പരീക്ഷകൾ, ടെസ്റ്റുകൾ, ഇന്റർവ്യൂകൾ എന്നിവയ്ക്ക് അതിൽ പാസ്സാകുന്നതിന് പറ്റിയ ഒരു സമയമാണ് കർക്കിടക മാസം. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അത് വളരെ ഈസി ആയിട്ട് തന്നെ പരീക്ഷകളോ ടെസ്റ്റുകളോ ഇന്റർവ്യൂകളോ ഒക്കെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അതുപോലെ ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ്. മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കാം. കുടുംബത്തിലും അതുപോലെ ഐശ്വര്യങ്ങൾ ലഭിക്കാം. ശ്രമിച്ചാൽ പല വഴികളിലൂടെയും ധനം സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കർക്കിടക മാസത്തിലെ ഒരു പ്രത്യേകത. ദൈവാധീന കുറവ്, ഭാഗ്യക്കുറവൊക്കെ ഉള്ളത് മാറിക്കിട്ടുന്നു. ശത്രുക്കള് ശല്യം ചെയ്യുന്നത് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുന്നു. അതുപോലെ രോഗങ്ങൾ മൂലവും മറ്റുമുള്ള കഷ്ടപ്പാടുകളെല്ലാം, ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ദമ്പതിമാർ തമ്മിൽ പിണങ്ങി താമസിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേർപിരിയാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നവര് അതൊന്നും വേണ്ട, ഇനി ഒന്നിച്ച് ജീവിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്ത് അവർ ഒന്നിക്കുന്നു. അതുപോലെ ദീർഘദൂര യാത്രയ്ക്ക് വളരെ ദൂരം യാത്രയൊക്കെ ചെയ്തിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കാലാവസ്ഥ മൂലമുള്ള ബുദ്ധിമുട്ടുകളും ശാരീരിക അങ്ങനെയൊക്കെ വന്നിട്ട് ആ ദുഃഖമുള്ളവർക്കെല്ലാം അത് മാറിക്കിട്ടുന്നു. അതുപോലെ ചെലവുകളും നഷ്ടങ്ങളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. ഒരു സാമ്പത്തികമായ ഒരു അച്ചടക്കം ഇവര് ഉണ്ടാക്കുന്നു. ഈ പൂര നക്ഷത്രക്കാർ സാമ്പത്തിക ഒരു അച്ചടക്കം ഉണ്ടാക്കി ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. ചിലർക്ക് ഈ സമയം പ്രവാസി ജീവിതമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപവാദങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു. എന്തെങ്കിലും പേര് ദോഷം നിങ്ങൾ അറിയാണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എന്തായിരുന്നാലും വളരെയധികം ഈശ്വര കൃപ ഉള്ള ഒരു സമയമാണ്. ഇതിൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും. പക്ഷെ ഈ പ്രൊമോഷൻ ലഭിക്കുന്നതിന് ചില പൂര നക്ഷത്രക്കാർക്ക് ചില തടസ്സങ്ങൾ കാണുന്നു. അതായത് പിന്നെ സംവരണ സീറ്റോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റും ക്ലിയറൻസ് ഒക്കെ വേണ്ടി വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ജാതി സർട്ടിഫിക്കറ്റ്, മതത്തിന്റെ സർട്ടിഫിക്കറ്റ്, അതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ എവിടെയാണോ ആ തടസ്സം, ആ പേപ്പർ നീങ്ങാണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ശുഭകർമ്മങ്ങൾ ഫലിക്കാതെ ആദ്യം ഇരിക്കാമെങ്കിലും പിന്നീട് അതെല്ലാം നേരെയായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥന്റെ അഭാവം മൂലമോ അല്ലാതെയോ ഒക്കെ തന്നെ അവർക്ക് അധിക ചുമതല കൂടി ഏറ്റെടുക്കേണ്ടി വരും. അതുമൂലം അവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം, എങ്കിലും കുറച്ച് ഓവർലോഡ് ആയിരിക്കും ജോലി. അതുപോലെ പല രീതിയിലും നിങ്ങളെ ശത്രുക്കൾ ദോഷം ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ അല്ല, മുമ്പ് ശ്രമിച്ചിരുന്നതിന്റെ ഫലമായിട്ട് ചില വ്യക്തിത്വ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ഉദ്യോഗത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു സമയമായിരിക്കും. അവർക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ഈ പൂര നക്ഷത്രക്കാര് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 17 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് സാമാന്യം സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർക്ക് ബാല്യകാലത്തെ ഉണ്ടാവുക. അല്ലറ ചില്ലറ ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് സാധിക്കുന്നു, അത് തുടർന്ന് പോകുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. ചിലർക്ക് ചിത്രരചന മുതലായ കലകളിൽ അവർക്ക് പ്രാവീണ്യം നേടാൻ സാധിക്കുന്നു. ഡാൻസ് ആയിരുന്നാലും ചിത്രകലകളായിരുന്നാലും നാടകം പോലുള്ളവയായിരുന്നാലും അവർക്കെല്ലാം ആ കലകളിലെല്ലാം അവർക്ക് പ്രാവീണ്യം നേടാൻ സാധിക്കുന്നു. പഠിച്ചു തുടങ്ങി ഒക്കെ അരങ്ങേറാനൊക്കെ സാധിക്കുന്നു. കുടുംബത്തിൽ ഇവർക്ക് ചിലപ്പോൾ കുടുംബ വസ്തു വിഹിതം വെച്ചിട്ടായിരിക്കും അതിലൊരു ഭാഗം കിട്ടുന്നത്. വീടായിട്ടോ ധനമായിട്ടോ അല്ലെങ്കിൽ വസ്തുക്കളായിട്ടോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് വാങ്ങാൻ ഭാഗ്യം ഉണ്ടാകുന്ന ഈ സമയം. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഈ കാലം, 17 വയസ്സ് മുതൽ 23 വരെ ഒത്തിരി മോശപ്പെട്ട ഒരു കാലഘട്ടമാണ്. ചിലർക്ക് സർക്കാരിൽ നിന്നും അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില പ്രതികൂല നടപടികളും സമൻസ് ഒക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ധനനഷ്ടം ഉണ്ടാകാം എന്നുള്ളതിനാൽ ഇവിടെ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ചിലവൊക്കെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേക സാഹചര്യത്തിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ഒരു തെറ്റിദ്ധാരണ മൂലം ചില വിരോധങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട്.
അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ട് അവിടെ സ്ഥിരതാമസമാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിന് കാണുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും ഒരു ഭാഗ്യം ഈ സമയമുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ ചിലർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പ്ലേസ്മെന്റ് ഒക്കെ ലഭിക്കാൻ ഒരു നല്ലൊരു അവസരവും കൂടിയാണ്. ചിലര് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 23 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു സമയമാണ് ഇവർക്ക്. ജീവിതത്തില് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് എവിടെയൊക്കെ അവർക്ക് എത്തിച്ചേരണമോ, ഒരു സംരംഭകനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടൊക്കെ അവർക്ക് വരുന്നതിനും നല്ലൊരു തൊഴിൽ നേടുന്നതിനും അവർക്ക് ജീവിതത്തില് ഒരു മാറ്റങ്ങൾ വരുന്ന ഒരു നല്ലൊരു സമയമാണ് ഇവർക്ക് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും ഉയർന്ന തസ്തികയിൽ ജോലി നോക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ധനസമ്പാദനം നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. അതുപോലെ മികച്ച സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. ചിലരാകട്ടെ പ്രത്യേക സാങ്കേതിക മേഖലകളിൽ അവർക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവേശിക്കുന്നതിനും അതിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും അതിൽ പ്രാവീണ്യം നേടുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. ഉദാഹരണമായി ബഹിരാകാശ സംബന്ധമായ പഠനം നടത്തുന്നവർക്ക് വളരെയധികം ഗുണകരമായ ഒരു കാലഘട്ടമാണ്. ചിലർക്ക് വാദസംബന്ധമായ ചില അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. പല രീതിയിലുള്ള വാദങ്ങളുണ്ട്. അത് വൈദ്യനെ സമീപിച്ചാലേ അറിയാവൂ ഏത് രീതിയിലാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യസഹായം തേടുക. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും അവർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. അതുപോലെ ഇഷ്ട ജോഡിയെ കണ്ടുപിടിച്ച് ഇവർക്ക് വിവാഹം നടത്തുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. കൂടാതെ സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട്. 33 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അവർക്ക്. തീയ ഇടിമിന്നൽ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആ സമയം ഇടിമിന്നലൊക്കെ ഉള്ള സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തീയുമായിട്ടും നമ്മൾ അടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ചതി, വഞ്ചന മുതലായവ നടക്കാനായിട്ട് ഈ സമയം ഒരു സാധ്യതയുള്ളതിനാൽ നമ്മൾ ജാഗ്രത പാലിച്ചാൽ അതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. അസുഖങ്ങൾ ഏതെങ്കിലും വന്നാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക നല്ലതായിരിക്കും. കാരണം ചില സമയം അശ്രദ്ധ മൂലം ആ അസുഖങ്ങളെല്ലാം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ആദ്യമേ തന്നെ ആ വൈദ്യസഹായം ഉണ്ടെങ്കിൽ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചിലരുമായി ഇടപെടുമ്പോൾ ഒരു പ്രത്യേക അകലം നിങ്ങൾ വിവേചന ബുദ്ധിയോടുകൂടി വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ചിലരെ ഒന്നും നമുക്ക് അടുപ്പിക്കാൻ കൊള്ളൂല. അങ്ങനെ വന്നാൽ ഇനി വരുന്ന അപകടങ്ങളിൽ നിന്ന്, വിവാദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറുന്നതിന് സാധിക്കുന്നു, രക്ഷപ്പെടുന്നതിന് സാധിക്കുന്നു. അതുകൊണ്ട് അടുപ്പിക്കേണ്ടവരെ അടുപ്പിക്കുക, അല്ലാത്തവരെ കുറച്ചൊരു അകലം പാലിച്ച് മാറ്റി നിർത്തുക. ബന്ധുക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഈ സമയം പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് ഈ കാലഘട്ടം വരുന്നില്ല. 40 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. വിചാരിക്കുന്നത് പോലെ നടക്കുന്ന സമയമാണ്. സാമ്പത്തികമായി ചെലവുകൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ അതിനുവേണ്ടി ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം. പല രീതിയിലുള്ള ധനം നിങ്ങൾക്ക് വരും. പക്ഷെ അതൊന്നും ആർക്കും വലിയ തുകകളൊന്നും കടമായി നിങ്ങൾ ആർക്കും കൊടുക്കരുത്. കാരണം അതൊന്നും തിരിച്ചു കിട്ടുന്ന രീതിയിൽ കാണുന്നില്ല. മോശമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കുകയും അരുത്. ഇപ്പം ധാരാളം പലിശ കിട്ടും എന്നുള്ള പരസ്യം കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും നിക്ഷേപിക്കരുത്. വസ്തുവകകൾ, കമ്പനി എന്നിവ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി വിൽക്കുമ്പോഴൊക്കെ വസ്തുവകൾ വിൽക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ഇടപാട് നടത്താൻ. കാരണം ഇതെല്ലാം ഒരു ചതുവ് പറ്റേണ്ട സാധ്യതയുണ്ട്. ഈ സമയം നിങ്ങളൊരു ലീഗൽ അഡ്വൈസറെ കാണുന്നത് വളരെയധികം നല്ലതായിരിക്കും. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു യോഗം കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിനും പിണങ്ങി വേറെ മാറി താമസിക്കുന്നതിനും ഒരു സന്ദർഭം കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും അല്ല, ചിലർക്കാണ് ചില രോഗങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. വിലപ്പെട്ട രേഖകൾ മോഷണം പോകാനൊരു സാധ്യതയുള്ളതിനാൽ എല്ലാം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു വലിയൊരു ഓഫീസിലെ ആളാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കമ്പനി നടത്തുന്ന ആളാണെങ്കിലും രഹസ്യങ്ങളായിട്ടുള്ള രേഖകളെല്ലാം സൂക്ഷിക്കുക. കൃഷി കാര്യാദികൾ കുറച്ച് മന്നിപ്പ് വരാൻ സാധ്യതയുണ്ട്. 58 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഇത്രയും നാൾ അനുഭവിച്ച കുറച്ച് മാനസിക പ്രയാസങ്ങളുണ്ട്. കാരണം കള്ളന്മാരുടെ ഉപദ്രവം, അങ്ങനെയൊക്കെ കുറെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉള്ളത് മാറിക്കിട്ടുന്നു. സ്വന്തമായി
ബിസിനസ്സോ മറ്റോ ചെയ്യുന്നവർക്ക് വളരെയേറെ ഗുണമുള്ള ഒരു സമയമാണ്. ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയതായി തുടങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്, നിലവിലുള്ള വ്യാപാരത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് തൊഴിലായിരുന്നാലും അതിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അവിടെ വേണം എന്ന് മാത്രം. വീടും ഭൂമിയും വാങ്ങുന്നതിനും ഈ സമയവും യോഗം കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ഉദരവ്യാധി വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ ചികിത്സ ലഭ്യമായാൽ അതെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ധനം ചെലവ് പ്രതീക്ഷിക്കാം. എന്നാലും ഐശ്വര്യങ്ങൾക്കും ധനത്തിനൊന്നും വലിയ കുറവ് വരാത്തൊരു സമയമാണ്. 74 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക് അവർക്ക് ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. നിങ്ങളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്കാർ വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്തതെന്നും പറഞ്ഞ് കെട്ടിച്ചമയ്ക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ആദ്യം കുറച്ച് പ്രയാസമുണ്ടാവുമെങ്കിലും പിന്നീട് നിങ്ങൾ അതിൽ നിരപരാധിയാണെന്ന് സമൂഹം തന്നെ വിലയിരുത്തി നിങ്ങളെ സ്വതന്ത്രനാക്കും. ഈ സമയം സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും നിങ്ങൾ കൂട്ടുകെട്ടരുത്. അത് പല ദോഷങ്ങളും നിങ്ങൾക്കുണ്ടാക്കുന്നു. ചിലർക്ക് സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. കാർഷിക മേഖലയിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകാം. കണ്ണിനും വയറ്റിലും ചില രോഗങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ആദിത്യന് ഗുരുവും കൂടി ഒരുമിച്ചൊരു രാശിയിൽ വരുന്നതിനാൽ നേതൃത്വ പാഠവം ഉണ്ടാകുന്നു. അപ്പൊ അത് നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, അവർ നേതാവാകാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അറിവ് സമ്പാദിക്കാനും ഏറ്റവും പറ്റിയൊരു സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മളെ ആഗ്രഹങ്ങൾ എങ്ങനെ സബലീകരിക്കാം എന്നുള്ളത് ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ അത് നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ ചില വ്യക്തികളെ വളരെ മഹാന്മാരായ നേതാക്കളാക്കി മാറ്റുന്ന ഒരു സമയമാണ്. മികച്ച ധാർമ്മിക ബോധം ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ അവർക്കൊരു വിശ്വാസക്കുറവ്, ഒരു സംശയവും ആശക്കുഴപ്പവും ഉണ്ടാകുന്നു. അത് ദൈവികതയിലും മതഗ്രന്ഥങ്ങളിലുമാണ് കൂടുതലും അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ദൈവം ഉണ്ടോ ഇല്ലയോ, മതഗ്രന്ഥങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നതിന് സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതായിട്ട് ചിലരെ കാണാൻ സാധിക്കുന്നു. കേതു ശുക്രയോഗത്തിനാൽ ബന്ധങ്ങളിൽ തന്നെ ഏതുതരം ബന്ധമായിരുന്നാലും അതിൽ നിന്ന് തെറ്റിദ്ധാരണ മൂലം മാറിപ്പോകുന്നതിന് സംശയം ഉണ്ടാകുന്നു. അതായത് പരസ്പരം ഒരു വിശ്വാസമില്ലാതെ, ഏത് ബന്ധമായിരുന്നാലും ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ വരുന്നു. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നു. അത് ഒരിക്കലും നടക്കില്ല. വ്യക്തിപരമായ ബന്ധങ്ങളെ പോലും മുറിവേൽപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാം. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നു. ആഡംബരത്തിന് വേണ്ടിയോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയോ ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ വ്യാഖ്യാനിക്കുകയാൽ എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം നടത്തി ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്ക് കർക്കിടക മാസം ഒരു നല്ല മാസമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.